പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ മതം എന്ന് പറഞ്ഞാൽ മാനസിക രോഗമാണ്. ചൈന പറഞ്ഞത് എത്രയോ യാഥാർത്ഥ്യമാണ്. ചൈനയിൽ അതുകൊണ്ടാണ് മതം മാനസിക രോഗമായി പ്രഖ്യാപിച്ചത്. ഈ ബലിപെരുന്നാളൊക്കെ വരുമ്പോഴേ ഒരുപാട് ആനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾക്ക് ലഭിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് ആനുകൂല്യങ്ങൾ. ഇപ്പോൾ ഒമാനിൽ കഴിഞ്ഞ പെരുന്നാളിന് ബലിപെരുന്നാളിനോടനുബന്ധിച്ചിട്ട് 169 തടവുകാർക്കാണ് മോചനം നൽകാൻ വേണ്ടിയിട്ട് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അയാൾ ഉത്തരവിട്ടത്. എന്നിട്ട് ഇവരിൽ 60ഓളം ആളുകൾ പ്രവാസികളാണ് എന്ന് റോയൽ ഒമാൻ പോലീസ് ഡിക്ലെയർ ചെയ്തു. വ്യത്യസ്തമായ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ആളുകളെയൊക്കെ സുൽത്താൻ മോചിപ്പിച്ചു ബലിപെരുന്നാളിനോടനുബന്ധിച്ചിട്ട്. അതൊക്കെ അവര് ചെയ്യുന്നത് എന്താണ്? ചിലപ്പോൾ അവര് സംശയാസ്പദമായി മാത്രം പിടിക്കപ്പെട്ട കുറ്റക്കാരായിരിക്കും. അവരെ യഥാർത്ഥ കുറ്റക്കാരനുമായിരിക്കും. അതൊക്കെ നോക്കിയും കണ്ടും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പൊ അവര് മനസ്സിലാക്കി കുറെ പാവപ്പെട്ട മൃഗങ്ങളുടെ കഴുത്ത് കട്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യന് സേവനം ചെയ്യുന്നത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകും അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പിശാചിനെ, അതല്ലെങ്കിൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ശപിക്കപ്പെട്ട പിശാചിനെ, ശൈത്താനെ നമുക്ക് നല്ല പ്രതീകമായിട്ട് തോന്നിയത്. മാനവികതയുള്ള ഒരു രൂപമായിട്ട്, അതല്ലെങ്കിൽ ഒരു പ്രതിഭാസമായിട്ട് നമുക്ക് തോന്നിയത്. കാരണം ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്. അത് ലക്ഷക്കണക്കിന് പണമുള്ളവർക്കേ ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോൾ നമ്മൾ പാവങ്ങളാണ്, ശരി, നമുക്ക് ഉംറയെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിനും വരും ലക്ഷങ്ങൾ. ഇപ്പോൾ ഹജ്ജ് സബ്സിഡിയൊക്കെ സർക്കാർ നിർത്തലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ നിർത്തലാക്കിയിട്ടുമുണ്ട്. ഇവരെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തിനാ? പ്രവാചകൻ ചവിട്ടിയ മണ്ണിലൊന്ന് കാല് ചവിട്ടി കമിഴ്ത്തി ചവിട്ടാൻ ആഗ്രഹിച്ചിട്ടാ പോകുന്നത്. പക്ഷേ അതേ മണ്ണിൽ തന്നെയാണ് അബൂ സുഫിയാനും മുആവിയയും അതുപോലെ അബൂലഹബും ഒക്കെ ചവിട്ടിയത്. പ്രവാചകന്റെ ശത്രുക്കളും കാല് ചവിട്ടിയത് അതേ മണ്ണിൽ തന്നെയാണ്. മതത്തിൽ ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ അല്ലേ? എന്തായിരുന്നാലും പിശാചിനെ ഒന്നെറിഞ്ഞു കൊല്ലണം, ഈ ഒരു നിയത്തോടു കൂടിയാണ് പോകുന്നത്. പിശാചിന് തെറ്റെന്താണെന്നറിയാമോ? ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാ പോകുന്നത് കേട്ടോ, പിശാചിനെ എറിഞ്ഞു കൊല്ലാനേ. ഈ വിശ്വാസികൾ ഒരിക്കലെങ്കിലും പിശാച് എന്താണ് ചെയ്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. സ്വർഗം സ്വപ്നം കണ്ട് പടച്ചോന്റെ പ്രീതി ആഗ്രഹിച്ചിട്ട് സ്വന്തം മോന്റെ തല പടച്ചോന് കൊടുക്കാൻ തയ്യാറായി ഒരു മനുഷ്യൻ ചെയ്യരുതേടാ എന്ന് പിശാച് അപേക്ഷിച്ചു. ഇതാണ് 1400 കൊല്ലങ്ങളിലധികമായി കോടിക്കണക്കിന് വിശ്വാസികളുടെ കല്ലേറുകളും ശാപങ്ങളും കോപങ്ങളും ഏറ്റുവാങ്ങാനുള്ള ഏക കാരണം. ഇയാൾ ചെയ്ത ഏക തെറ്റിതാണ്. സ്വന്തം മകനായ ഇസ്മായിലിനെ ബലിയെറുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുവാണ് ഇബ്രാഹിം എന്ന പിതാവ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തേച്ച് മിനുക്കിയ കത്തിയുമായി പോകുവാണ് മലയുടെ പുറത്തേക്ക്, മുകളിലേക്ക് ഒരു പാറയിൽ കിടത്തിയിട്ട് മോന്റെ കഴുത്ത് കണ്ടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. കത്തി പൊക്കുമ്പോഴും അദ്ദേഹത്തിന് അറിയില്ല ഒരു അശരീരി വരുമെന്ന്, മോനെ രക്ഷപ്പെടുത്തണമെന്നും മോന്റെ കഴുത്ത് അറിയിക്കണമെന്ന് വിചാരിച്ച് തന്നെ കൈപൊക്കിയതാ. അങ്ങനെ ഹേ ഇബ്രാഹിം, അരുത്, നീ അത് ചെയ്യരുതേടാ. ഇബ്രാഹിം തിരിഞ്ഞു നോക്കിയപ്പോ തൊട്ടപ്പുറത്തെ പാറയിൽ ഒരു രൂപം ഇരിക്കുന്നു. ആ രൂപമാണ് ഇദ്ദേഹത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന മനുഷ്യക്കുരുതി തടസ്സം നിൽക്കുന്നത്. എന്റെ സൃഷ്ടാവ് എന്നോട് കൽപ്പിച്ചത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, നീ എന്തിനാണ് അതിനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചു. മനുഷ്യക്കോലത്തിൽ വന്ന പിശാചാണ് രൂപം കണ്ടോ. അങ്ങനെ ഒരു കല്ലെടുത്തിട്ട് ശൈത്താനെ എന്ന് പറഞ്ഞിട്ട് എറിയാണ്. അപ്പോ ഇബ്ലീസിന് പക്ഷേ പോടാ പുല്ലേ, നിന്റെ മോനല്ലേ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോടാ, കൊണ്ടാടിക്കോടാന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. എടാ വിവരദോഷി, ചെയ്യരുതടാ നീ, രണ്ടാമതും എതിർക്കുവാണോ? കുറച്ചു മാറി വേറൊരു കല്ലിൽ പോയിരുന്നിട്ട്, വേറൊരു പാറയിൽ പോയിരുന്നിട്ട് അങ്ങനെ മൂന്നാമതും
രണ്ടാമത് കല്ല് പറക്കി എറിഞ്ഞു. മൂന്നാമതും പറയാണ്, രാ ചെയ്യല്ലടാ, അത് നിന്റെ മോനാടാ, നിന്റെ ചോരയിൽ പിറന്ന, നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നിന്റെ കൈ പിടിക്കേണ്ടുന്ന നിന്റെ സ്വന്തം മകനാടാതെ ഈ ക്രൂരത ചെയ്യാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു മൂന്നാമതും കത്തിയോങ്ങുന്ന ഇബ്രാഹിമിനെ തടയാൻ ശ്രമിക്കുന്നു. വേറൊരു പാറപ്പുറത്തു മാറിപ്പോയിരുന്നിട്ട് ഈ പിശാച് എന്നിവര് പറയുന്ന, ശപിക്കപ്പെട്ടവൻ എന്നിവര് പറയുന്ന, കോപിക്കപ്പെട്ടവൻ എന്നിവര് പറയുന്ന, അനുസരണയില്ലാത്തവൻ എന്ന് ഇവര് പറയുന്ന പിശാച് മൂന്നാമത് മോനെ കൊല്ലാനൊരുങ്ങിയപ്പോ ഇബ്ലീസ് തടഞ്ഞു, ചെയ്യരുതടാന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് കല്ലുപറക്കി എറിഞ്ഞു. സ്വർഗവും ഹൂറിമാരെയും അവരുടെ മാറിടത്തിൽ പിടിച്ച് കളിക്കുന്നതുമൊക്കെ സ്വപ്നം കണ്ട ഇബ്രാഹിം പിന്നോട്ട് പോകുവോ? ഇല്ല. ഇദ്ദേഹത്തിന് കാമം തലയ്ക്ക് പിടിച്ചിട്ട് ഭ്രാന്തായി മാറി. സ്വന്തം മോനെ കൊന്നിട്ടാണെങ്കിലും ശരി ഒരുമ്പിട്ടിറങ്ങിയതാണ് ഇബ്രാഹിം സ്വർഗത്തിന് വേണ്ടി. അല്ലെങ്കിൽ ഒരിക്കൽ വിലക്കി, രണ്ടാമത് വിലക്കി, മൂന്നാമതും വിലക്കി. അപ്പോഴെങ്കിലും ഇയാൾ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഇയാൾക്കൊരു മനസ്താപം ഉണ്ടാകുമായിരുന്നു. അയ്യോ, എൻ്റെ മോനല്ലേ, ഞാൻ എന്താണ് ഈ ചെയ്യാൻ ഒരുങ്ങിയത്, വേണ്ട, ഞാനത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ശൈത്താനായിട്ട് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ 3 വട്ടം പറഞ്ഞിട്ട് കേൾക്കാതായപ്പോഴത്തേക്കിന് എന്താണെന്ന് വെച്ചാൽ കൊണ്ടാടറാച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസിന്റെ പണിക്ക് പോയി. അങ്ങനെ മൂന്നാമത്തെ തവണയും ഇയാള് കൈ വാളുകൊണ്ട് ഓങ്ങിയപ്പോഴത്തേക്കിനാണ് മുറിയുന്നില്ല വെട്ടിയിട്ട്. അങ്ങനെയാണ് ഒരു കല്ലിൽ വെട്ടിയതെന്നും കല്ല് പിളർന്ന ആട് പുറത്തു വന്നതെന്നും പിന്നീട് ആടിനെ ബലിയറുക്കാൻ പറഞ്ഞതെന്നും ഒക്കെയാണ് വിശ്വാസം. ഈ ഇബ്ലീസിനെ കല്ലെറിഞ്ഞ ഇബ്രാഹിമിന്റെ കൃത്യത്തെ അനുസ്മരിച്ച് ആ ഇബ്രാഹിമിന്റെ മകനെ കഴുത്തറുക്കാൻ എന്തുകൊണ്ട് ഇബ്ലീസ് സമ്മതിച്ചില്ല? മകന്റെ കഴുത്തറുക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ എതിർത്ത ഇബ്ലീസിനെ കല്ലെറിയാൻ വേണ്ടി ലക്ഷക്കണക്കിന് പണം കൊടുത്ത് ഫ്ലൈറ്റ് പിടിച്ച് എഴുന്നേക്കാൻ വയ്യാത്ത കളവനും കളവിയും വരെ കസേരയിൽ ഇരുന്നിട്ടൊക്കെ ഇബ്ലീസിനെ കല്ലെറിയാൻ വേണ്ടിയിട്ട് പ്രതീകാത്മകമായിട്ട് കെട്ടിയൊരുങ്ങി പോകുന്നത് ഹജ്ജിന്. അങ്ങനെ 3 സ്തൂപങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടു കല്ലെറിയാൻ. മത്സരിച്ച് വിശ്വാസികൾ എറിഞ്ഞു പൊളിക്കുക. എന്തിനാ? ഒരു പൈതലിന്റെ കഴുത്ത് മുറിക്കുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കാതെ എനിക്കത് കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല എന്ന് ഉറക്കെ പറഞ്ഞ് ഏതു പടച്ചവൻ പറഞ്ഞാലും ശരി, എത്ര വലിയ സുഖ സൗകര്യങ്ങളും കൊട്ടാരങ്ങളും ഹൂറികളെയും നിനക്ക് തരാമെന്ന് പറഞ്ഞാലും ശരി, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ ഇബ്ലീസിനെ കല്ലെറിയാൻ പോകുന്ന ഊളകളെ നിന്റെയൊക്കെ തലക്കകത്ത് എന്തുവാണ് ഉള്ളത്? കല്ലേറ് കൊള്ളേണ്ടവൻ ഇബ്ലീസാണോ ഇബ്രാഹിമാണോ? ശരിക്ക് പറഞ്ഞാൽ സ്വാർത്ഥ താല്പര്യം തലയ്ക്ക് പിടിച്ച്, കാമഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് സ്വന്തം മകനെ ബലി കൊടുത്തിട്ടാണെങ്കിലും ശരി സ്വർഗം മതി എനിക്ക് എന്ന് വിചാരിച്ച അയാളുടെ സ്തൂപങ്ങൾ ഉണ്ടാക്കി അയാളല്ലേ കല്ലെറിയേണ്ടത് ഇബ്രാഹിമിനെ? വിവേകം നഷ്ടപ്പെട്ടു, വിവേകം വിശ്വാസത്തിന് വഴിമാറി. അതാണ് മുസ്ലിം സമൂഹം കാണിച്ചു കൂട്ടുന്നത്. എന്നെ സ്വന്തം മോനെ കൊല്ലല്ലേ എന്ന് 3 തവണ പറഞ്ഞ പിശാചിനെ ഇബ്രാഹിമിന്റെ തലയിലേക്ക് എറിയാൻ ഇവർക്ക് പറ്റുന്നില്ല. എന്നിട്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞ ഇബ്ലീസിന്റെ തലയിൽ കല്ലെറിയുക. മക്കയിൽ നിന്ന് ഇബ്രാഹിമും ഇല്ല, ഇസ്മായിലും ഇല്ല, ഇബ്ലീസും ഇല്ല. 3 ഈകളും പോയി. സ്തൂപങ്ങളുണ്ട്. ഇബ്രാഹിമും ഇസ്മായിലും ഇല്ലെങ്കിൽ ഇബ്ലീസ് ഉണ്ടെന്നാണ് ഇവരുടെ ധാരണ കേട്ടോ. പഴയതിനേക്കാളും ശക്തിയായിട്ട് മുമ്പൊക്കെ വെയിലിൽ നിന്നിട്ടായിരുന്നു എറിയുന്നത്. ഇന്ന് AC-യിൽ നിന്നിട്ടാണ് കല്ലെറിയുന്നത്. പണ്ട് 4 അടി മാത്രം ഉയരമുണ്ടായിരുന്ന ശൈത്താൻ ഇപ്പോൾ വളർന്ന് 30-40 അടിയൊക്കെ കഴിഞ്ഞു. അത്രേ വളരുവാണ് പിശാച് വരെ എറിയും തോറും. ആ സ്തൂപങ്ങളിൽ വിശ്വാസികളുടെ കൈകൾ കൊണ്ട് തന്നെ ഇബ്ലീസിന് മാർബിളും ഗ്രാനൈറ്റും കൊണ്ട് അലങ്കരിച്ചു. ഇബ്ലീസ് ആരെന്നറിയോ? നിങ്ങൾ എറിയും തോറും ഇബ്ലീസ് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇബ്ലീസിനു വേണ്ടി AC നിർമ്മിപ്പിച്ചു വിശ്വാസികളുടെ പണം കൊണ്ട് തന്നെ. മാർബിള് ലൈറ്റ് ഇട്ട് അലങ്കരിപ്പിച്ചു. ഇതേ കാലം കാത്തുവച്ച കാവ്യനീതി എന്ന് പറയാറില്ലേ? ചിന്തിച്ച് ചിന്തിച്ച് നന്മയുടെ പ്രതീകം മുകളിലേക്ക് വളരുവാൻ ഇബ്ലീസ്. ഇബ്രാഹിം എറിഞ്ഞതുപോലെ കല്ലെടുത്തെറിഞ്ഞ് ഹാജറ ബീവി ഓടിയതുപോലെ ഓടിത്തളർന്ന് ഞമ്മന്റെ മതത്തിന്റെ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പോകുന്ന വിശ്വാസികളെ, നിങ്ങൾ എറിയുന്ന ഓരോ കല്ലുകളും ഇബ്ലീസിന് ലഭിക്കുന്ന സ്വീകരണമാണ്, പൂമാലകളാണ്. അത് ഏറ്റുവാങ്ങാൻ
പിശാചിന് നല്ല മനസ്സുമുണ്ട്. നിങ്ങൾ എത്ര തന്നെ കല്ലെറിഞ്ഞാലും ശരി, ഇബ്ലീസ് ഒരിക്കലും പറയില്ല ചെയ്ത നന്മകളൊന്നും എണ്ണി എണ്ണി പറഞ്ഞ് ഞാൻ നിന്നോട് അങ്ങനെ ചെയ്തില്ലടാ, ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞില്ലടാ, നിന്റെ മോനെ കൊല്ലല്ലേ എന്നല്ലടാ ഞാൻ പറഞ്ഞു, എന്നിട്ട് നീ എന്നെ എറിയുന്നല്ലോടാ പറയില്ല. നിങ്ങളുടെ കല്ലേറുകൾ സ്വീകരിക്കാൻ ഞാൻ തൽപരനാണ്. ഞാൻ സൗകര്യത്തോടുകൂടി ഹൃദയ വിശാലതയോടുകൂടി നിങ്ങളുടെ കല്ലേറ് ഞാൻ സ്വീകരിക്കുന്നു. പക്ഷെ പടച്ചോന് നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലേടാ, നിനക്ക് ഞാൻ അത് തന്നില്ലേടാ. പടച്ചോന് കരച്ചില്ല. ഞാൻ നിനക്ക് 2 കണ്ണും 1 മൂക്കും 1 നാവും 2 ചുണ്ടുകളും ഒക്കെ തന്നില്ലേടാ. ഞാൻ നിനക്ക് 2 മാർഗങ്ങളും കാണിച്ചു തന്നില്ലേടാ. ഞാൻ നിങ്ങൾക്ക് എത്രയെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നടാ. എന്നിട്ടും എന്നിട്ടും നിങ്ങൾ എന്താടാ എന്നെ മാത്രം ആരാധിക്കാത്തത്? ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടേയിരിക്കും. ഇബ്ലീസ് ആകട്ടെ അന്നും ഇന്നും എന്നും കക്ഷി നല്ല ഹൃദയ വിശാലതയുള്ള ആളാണ്, ഒരു കുഴപ്പമില്ല. ഇബ്ലീസിനെ സമ്പന്ന